അപ്പോൾ പേജ് 102 ക്വസ്റ്റ്യൻ നമ്പർ 1 കേട്ടോ. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദി പാരലലോഗ്രാം ഷോൺ ബിലോ. അപ്പോൾ 2 പാരലലോഗ്രാം ഉണ്ട്, അതിൻ്റെ ഏരിയ കാണണം. ഇപ്പോൾ ബേസിക്കലി പാരലലോഗ്രാമിൻ്റെ ഏരിയ കാണാനുള്ള സിമ്പിൾ പരിപാടി അതൊന്നും ആദ്യം പറയട്ടെ കേട്ടോ. ഒരു പാരലലോഗ്രാം ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ കാണാനുള്ള ഏറ്റവും എളുപ്പവഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പാരലലോഗ്രാമിനെ നമുക്ക് 2 ട്രയാങ്കിളാക്കി തിരിക്കാം. രണ്ടും ഈക്വൽ ട്രയാങ്കിൾ ആവും അല്ലേ. സെയിം ഹൈറ്റും പാരലലോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ ഡിസ്റ്റൻസ് സെയിം ആവുമല്ലോ, പാരലൽ ആണല്ലോ. അതുപോലെ ഈ 2 സൈഡ്സും ഒക്കെ ഈക്വൽ ആണ്. അപ്പോൾ 2 ട്രയാങ്കിളും സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിലൊരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടിട്ട് ഇൻറ്റു 2 ചെയ്താൽ മതി. അതാണ് ഐഡിയ. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കാണാം? നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ബേസും ഒരു ട്രയാങ്കിളിൻ്റെ ഹൈറ്റും അറിയാമെങ്കിൽ ഹൈറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം പെർപെൻഡിക്കുലർ. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ബി എച്ച് വരും. ഇങ്ങനത്തെ രണ്ടെണ്ണം. അപ്പോൾ ഹാഫ് ബി എച്ച് പ്ലസ് ഹാഫ് ബി എച്ച് അല്ലെങ്കിൽ 2 × ഹാഫ് ബി എച്ച് ബി എച്ച് ആണ് കേട്ടോ പാരലോഗ്രാമിൻ്റെ ഏരിയ. പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ട്രയാങ്കിളൊന്നും നോക്കേണ്ട കാര്യമില്ല. നേരെ ബേസും കാണുക ഹൈറ്റും കാണുക, ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്യുക. റെഡി കിട്ടിയോ? അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഏരിയ ഓഫ് പാരലോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് കേട്ടോ. ഒരു ഐഡിയ ഉണ്ടായിരിക്കണേ. അപ്പോൾ ഏരിയ ഓഫ് പാരലലോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ ബി തന്നിട്ടുണ്ട്, എത്രയാണെന്ന് 4 ആണെന്ന് തന്നിട്ടുണ്ട് ബേസ്. ഇനി നമുക്ക് ഹൈറ്റ് കണ്ടുപിടിച്ചാൽ മതി. ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ചെരിഞ്ഞിട്ടുള്ളതൊന്നും എടുക്കരുത്. അപ്പോൾ ഇവിടെ എന്ത് വരും? 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ആണ്. മക്കളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 90 ഉണ്ട്, ഇവിടെ 45 ഉണ്ട്. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി 45. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എച്ച്. ഇവിടെ ഓൾറെഡി ഒരു സൈഡ് 2 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്തറിയാം? നമുക്കറിയുന്ന റേഷ്യോ ഉപയോഗിച്ചത് ചെയ്യാം അല്ലേ. നമുക്ക് എങ്ങനെയാ റേഷ്യോ? അല്ലേ, ഈ രൂപത്തിൽ തന്നെ വരക്കണം. ഇങ്ങോട്ട് തന്നെ ചെരിച്ച് വരക്കാം കേട്ടോ. അതായത് ട്രയാങ്കിൾ ഇപ്പോൾ ഇരിക്കുന്നത് ഈ ഒരു രൂപത്തിലല്ലേ. ഏത് രൂപത്തിൽ? ഇവിടെ 45 90 എന്നാണ് ആംഗിൾസ് ഉള്ളത്. ഇവിടെ 2 സെൻറ്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു റേഷ്യോ അറിയാം. എങ്ങനെ? 1:, എങ്ങനെയാണ്? ട്രയാങ്കിള് 45 90 ആണെങ്കിൽ റേഷ്യോ എന്തായിരുന്നു? 1:1:√2. ഇവിടെ 45 90 ആണെങ്കിൽ റേഷ്യോ 1:1:√2. ഇവിടെ നമുക്ക് ഏതിൻ്റെ ഓപ്പോസിറ്റാ? ശരിക്കും 90യുടെ ഓപ്പോസിറ്റാണ് √2 ഉണ്ടാവാറ്. ഇവിടെ 90യുടെ ഓപ്പോസിറ്റ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ 90യുടെ ഓപ്പോസിറ്റ് ആരാണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 90യുടെ ഓപ്പോസിറ്റ് 2. ഇനി ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് എന്തുകൊണ്ടാണ് √2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2 ആയിട്ടുണ്ടാവുക അല്ലേ? √2 × √2 ആണ് 2. റൈറ്റ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ √2 കൊണ്ട് തന്നെ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 45ൻ്റെ ഓപ്പോസിറ്റ് √2 എന്ന് തന്നെ വരും. ക്ലിയർ? √2 എന്ന് വരും. അപ്പം നമ്മൾ അന്വേഷിക്കുന്ന ഹൈറ്റ് എത്രയാണ്? ഈ ഹൈറ്റ് ആണ് എന്ത്? √2. അപ്പോൾ നമുക്ക് ഹൈറ്റും ആയി ബേസും ആയി. അപ്പോൾ നമുക്ക് ഏരിയ എഴുതിക്കൂടെ? ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഇൻറ്റു എച്ച് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ബേസ് 4 ആണ്. കംപ്ലീറ്റ് ബേസ് എടുക്കണമല്ലോ. ഇത് 4 കേട്ടോ. 4 ഇൻറ്റു ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4√2 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും കേട്ടോ. ക്ലിയർ? ഇനി ഇതുപോലെ തന്നെ സെക്കൻഡ് ഫിഗർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ആൻസർ കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ഇനി സെക്കൻഡ് ഫിഗർ എന്ത് വരും? സെക്കൻഡ് ഫിഗറിൽ ഇതാണ് നമ്മുടെ ഹൈറ്റ് വരിക. അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഇവിടെ ഏതാ ട്രയാങ്കിൾ? ഇവിടെ 90 വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ 30 ആയി. ഇത് ഏതാണ് ട്രയാങ്കിൾ? നമുക്കറിയാവുന്ന റേഷ്യോ ആണ്. ഏത് റേഷ്യോ? 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം റേഷ്യോ 1:√3:2. ഇവിടെ 90യുടെ ഓപ്പോസിറ്റ് 2 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 90യുടെ ഓപ്പോസിറ്റ് ആണ് അവർ 2 എന്ന് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ 90യുടെ ഓപ്പോസിറ്റ് 2, അതായത് സെയിം സംഭവം തന്നെ. 2 × 1, എല്ലാത്തിനും 1 ഉണ്ട്, അല്ലെങ്കിൽ ഇതേ സാധനം തന്നെ. അപ്പോൾ √3 വരും. 60യുടെ ഓപ്പോസിറ്റ് 1 വരും. 30യുടെ ഓപ്പോസിറ്റ് നമുക്ക് വേണ്ടത് ആരുടെ ഓപ്പോസിറ്റ് ഉള്ളതാണ്? റൈറ്റ്, നമുക്ക് വേണ്ടത് 60യുടെ ഓപ്പോസിറ്റ്. അപ്പോൾ എന്താണ്? √3 അല്ലേ. അപ്പോൾ √3 കേട്ടോ. അപ്പോൾ ഹൈറ്റ് നമുക്ക് √3 എന്ന് കിട്ടി. അപ്പോൾ ഏരിയ ഇസ് ഈക്വൽ ടു എന്ത് വരും? ഹാഫ് അല്ല, ട്രയാങ്കിൾ ഏരിയ പറയുന്നത് ഓർമ്മയില്ലാണ്ട് ബി എച്ച് എന്നാണ്. അപ്പോൾ ബേസ് 4 തന്നെയാണ്. ഹൈറ്റ് എന്തായിരുന്നു? √3. അപ്പോൾ 4√3 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതൊക്കെ ആണ് എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇനി ഏതൊരു ക്വസ്റ്റ്യൻ തന്നാലും ചെയ്യാം. നമുക്ക് ആ റേഷ്യോ അറിയാമെങ്കിൽ ഏതൊരാൾക്കും ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ ഈ 2 റേഷ്യോസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറൈറ്റി ഓഫ് പ്രോബ്ലംസ് കാണാൻ കിടക്കുന്നുണ്ട്.
അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് റേഷ്യോ അറിയുന്ന ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ഇത്. ഓക്കെ, ദെൻ മൂവിങ് ഇൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാനാണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാൻ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്, ഹാഫ് ബി എച്ച് ആണ്. അപ്പോൾ ബേസും ഹൈറ്റും മതി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബേസ് ഒക്കെ ഉണ്ട്, ഹൈറ്റ് കണ്ടുപിടിച്ചാൽ മതി. ഹൈറ്റ് ഇവിടെ 90 ഡിഗ്രി ആയി. ഇവിടെ എന്ത് വരും, 90 ആണെങ്കിൽ ബാക്കി എന്ത് വരും, 60 ഡിഗ്രി എന്ന് വരും. റേഷ്യോ നമുക്ക് ഹൈറ്റ് ആണ് കാണേണ്ടത്, 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രിയാണ് ആംഗിൾസ് എങ്കിൽ റേഷ്യോ എങ്ങനെയായിരുന്നു, 30യുടെ ഓപ്പോസിറ്റ് 1, 60യുടെ ഓപ്പോസിറ്റ് √3 2. ഇതാണ് നമുക്ക് അറിയാവുന്ന റേഷ്യോ അല്ലേ. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്, ഇവിടെ ഫിക്സഡ് 90യുടെ ഓപ്പോസിറ്റ് 2 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. 90യുടെ ഓപ്പോസിറ്റ് 2 തന്നെ, ക്ലിയർ. അത് തന്നെയല്ലേ റേഷ്യോ, അതായത് 2 × 1, എല്ലാത്തിനെയും 1 ഉണ്ട്. അപ്പോൾ √3 1. അപ്പോൾ ബാക്കിയൊക്കെ അത് തന്നെ. അതായത് നമുക്ക് വേണ്ടത് 30യുടെ ഓപ്പോസിറ്റ് ആണ് ഹൈറ്റ് കിടക്കുന്നത്. അപ്പോൾ 30യുടെ ഓപ്പോസിറ്റ് എത്രയാണ്, 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഹൈറ്റ് എന്ന് h=1 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി, ക്ലിയർ. ഇനി നമുക്ക് ബേസ് നമുക്ക് അവിടെ ഉണ്ട് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും, ഹാഫ് BH =half × 3 × 1 3/2 സെൻറ്റിമീറ്റർ സ്ക്വയർ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ആയി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഹൈറ്റ് ഇതാണ്, സെയിം ട്രയാങ്കിൾ തന്നെ വരും അല്ലേ. 30 60 90 വരും അല്ലേ. ഇവിടെ ഹൈറ്റ് ഈ കേസിൽ റേഷ്യോ തന്നെയാണ്, 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആണെങ്കിൽ നമ്മുടെ റേഷ്യോ 1:√3:2. 90യുടെ ഓപ്പോസിറ്റ് 2 തന്നെ തന്നിട്ടുണ്ട്, 60യുടെ ഓപ്പോസിറ്റ് അപ്പോൾ √3 തന്നെ, 30യുടെ ഓപ്പോസിറ്റ് 1 തന്നെ വരും. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, 60യുടെ ഓപ്പോസിറ്റാണ് നമുക്ക് വേണ്ടത്. 60യുടെ ഓപ്പോസിറ്റാണ് h കിടക്കുന്നത്. അപ്പോൾ 60യുടെ ഓപ്പോസിറ്റ് എന്ത് വരും, √3 അല്ലേ, √3. അപ്പോൾ ഈ കേസിൽ h √3 എന്ന് വരും, √3 സെൻറ്റിമീറ്റർ. ബേസ് 3 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, ഏരിയ =half BH എന്നാണ്, which =half × 3√3 or 3√3/2 സെൻറ്റിമീറ്റർ സ്ക്വയർ കേട്ടോ. അപ്പം ഇനി തേർഡ് ക്വസ്റ്റ്യൻ നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ട്രയാങ്കിൾ ഏത് വരും, ഹൈറ്റ് ഇതാണ്, ട്രയാങ്കിൾ 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രിയാണ്. റേഷ്യോ നമുക്കറിയുന്ന റേഷ്യോ 1:1:√2 എന്നാണ്. ഇവിടെ √2 90ൻ്റെ ഓപ്പോസിറ്റാണ് √2. അതിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ √2 എങ്ങനെ 2 ആയി ഉണ്ടാവുക, ×√2 ചെയ്യുമ്പോഴാണ്. എല്ലാത്തിനും ×√2 ചെയ്യുക, 1:√2 √2 1:√2 √2, ക്ലിയർ. അപ്പോൾ നമുക്ക് വേണ്ട ഹൈറ്റ് എന്താവും, 45ൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ എന്ത് വരും, √2 എന്ന് വരും. അപ്പോൾ ഹൈറ്റ് √2 സെൻറ്റിമീറ്റർ ആയി, ബേസ് 3 സെൻറ്റിമീറ്റർ തന്നെയാണ്, ക്ലിയർ. ദെൻ ഏരിയ എന്ത് വരും, ഹാഫ് BH എന്ന് വരും, half × 3√2 which is equal to 3√2/2 വേണമെങ്കിൽ 2 × 2 ഒക്കെ ക്യാൻസൽ ചെയ്യാം, അങ്ങനെ ഇട്ടാൽ മതി. ഏരിയ =3√2/2 സെൻറ്റിമീറ്റർ സ്ക്വയർ കേട്ടോ.